നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അസഭ്യ വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചതിൽ മനംനൊന്ത് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ അറിഞ്ഞതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ അയൽവാസി അറസ്റ്റിലായിരിക്കുന്നു. അയൽവാസിയായ സ്ത്രീയാണ് ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നത്. വെണ്ണിയൂർ നെല്ലിവിള സ്വദേശിനിയായ രാജത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഴിഞ്ഞം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. രാജത്തിന് 54 വയസ്സാണ്. വെണ്ണിയൂർ നെല്ലിവിള നെടിഞ്ഞൽ കിഴക്കരികത്ത് വീട്ടിൽ അജുവിൻ്റെയും സുനിതയുടെ മകളായ അനുഷയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 18 വയസ്സായിരുന്നു. രാജത്തിൻ്റെ മകൻ 2ാം വിവാഹം ചെയ്ത വ്യക്തിയാണ്. ഇതറിഞ്ഞ് ഈ രാജത്തിൻ്റെ മകൻ്റെ ആദ്യ ഭാര്യ ഇവിടെ എത്തി. മരിച്ച അനുഷയുടെ വീട്ടുവളപ്പിലൂടെ കയറിയാണ് ഇവർ രാജ്യത്തിൻ്റെ വീടിനടുത്ത് എത്തിയത്. ഈ ഒരു ആരോപണം ഉന്നയിച്ചായിരുന്നു അനുഷയെ രാജം തെറി പറഞ്ഞത്. ഇതിൽ മനംനൊന്ത അനുഷ വീടിൻ്റെ 1ാം നിലയിൽ കയറി മുറിയടച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. അനുഷ ധനുവച്ചപുരം ITയിൽ 1ാം വർഷ ക്ലാസ്സിൽ പ്രവേശനം നേടിയിരുന്നു. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു. വിഴിഞ്ഞം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. വിഴിഞ്ഞം SHO R പ്രകാശ്, SI ദിനേശ്, SCPO ബാബു, വിനയകുമാർ, സുജിത എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ ഒരു ബന്ധു മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. നീതി കിട്ടണമെന്നും ഈ മകളുടെ വിയോഗത്തിൽ വളരെയധികം ദുഃഖത്തിലാണ് എന്നതടക്കമുള്ള നിർണായക പ്രതികരണമാണ് ബന്ധുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. എൻ്റെ ചേച്ചിയുടെ മോളാണ്. ഇപ്പോൾ ITയിൽ അഡ്മിഷൻ എടുത്തേ ഉള്ളൂ. ഇപ്പോൾ സ്മാർട്ടാണ്, എല്ലാ കാര്യത്തിലും നല്ല പൊക്കെയാണ്. പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇവിടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അവർ പ്രഭാതം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പുള്ളി എൻ്റെ മോക്ക്, അതായത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. അപ്പം മോക്ക് അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഇതിലായിരുന്നു. മോള് വീട്ടിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. ആ സമയത്താണ് തൊട്ടടുത്തുള്ള അയൽവാസി അവർ വന്നിട്ട് ഭയങ്കര തെറി വിളിച്ച് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ച് ഭയങ്കരമായിട്ട് മോശമായിട്ട് വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. അങ്ങനെ എൻ്റെ മോക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മോള് അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു, അച്ഛാ ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മളെ തൊട്ട അയൽവാസി വന്നിട്ട് നമ്മളെയൊക്കെ വഴക്ക് പറയണം, അങ്ങനെയൊക്കെ എന്തിനാണ് നമ്മൾ ജീവിക്കണത്, ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ന്യായം കിട്ടൂല അച്ഛ എന്നും പറഞ്ഞ് നമ്മളെ ഇവിടെ വിട്ടുപോയി. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് ആ വീട്ടിലെ ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നു. അവർ വേറൊരു ആളുമായിട്ട് ഇറങ്ങിപ്പോകാനുള്ള അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ആ ചെറുക്കൻ അക്സെപ്റ്റ് ചെയ്യില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവൾ പിന്നെ ആ സ്ത്രീ അവളെ വീട്ടിൽ പോയതിന് ശേഷം അവൻ വേറെ കല്യാണം കഴിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞില്ല, പക്ഷെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്ത്രീ ഇന്നലെ ഇതിലെ ഈ വീട്ടിൻ്റെ നടയിൽ കൂടെ പോയിട്ട് ഇതിലെ ഒരു മതിലാണ്. അപ്പോൾ ഒരു മതിലായതുകൊണ്ട് അവളെ ഇതിലെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് അവളെ വീട്ടിൽ പോയെന്നും പറഞ്ഞു അവളെ 2ാം ഭാര്യയെ വന്നത്. അങ്ങനെയാണ് എൻ്റെ മോളെ വഴക്ക് പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ മോളെ എന്നെ എനിക്ക് നഷ്ടപ്പെട്ടത്. ആ കൊച്ചുകുട്ടി പിഞ്ചു. എനിക്ക് എത്ര പറയാനുള്ളൂ, നീതി കിട്ടണം. ഇത് എങ്ങനെയെങ്കിലും ഏത് ലാസ്റ്റ് വേണമെങ്കിലും നമ്മൾ പോകാൻ തയ്യാറാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഇത് നീതി കിട്ടിയേ പറ്റുള്ളൂ. ഈ കുടുംബത്തിന്, എൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയേ പറ്റുള്ളൂ. അതിൻ്റെ ഏറ്റവും ലെവൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ഇവിടെ ഇപ്പം എൻ്റെ ചേച്ചിയുണ്ട്. അവിടുത്തെ കേസ് അറിഞ്ഞൂടെ. അവിടെ വന്നിട്ട് ഒരാണ് വരെ ഇവിടെ വന്ന് ചീത്ത വിളിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ആ സമയത്ത് ഞാൻ എത്തിയില്ല, ലേറ്റായിപ്പോയി ഞാൻ എത്തിയപ്പോൾ. നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് അത്രയ്ക്ക് ഇതായിട്ട് തോന്നിയില്ല. പ്രശ്നമൊന്നും വഴിതർക്കമൊന്നുമല്ല ഇത്. അതായത് ആ ആദ്യത്തെ ഭാര്യയ്ക്ക് ഈ കൊച്ചാണ് ഇങ്ങനെ ഇവരെ കുടുംബമാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവരൊന്നും അറിയുന്നില്ല. ഒരു ചെവര് മാത്രമേ ഉള്ളൂ, വേറെ അല്ലാതെ ഒരു ടച്ച്മെന്റ് ഒരു കാര്യവും അവരില്ല. ചുമ്മാ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതാണ്. എൻ്റെ കൊച്ചിന് മനസ്സ് നൊന്താണ് പോയത്. നീതി കിട്ടണം, നീതി കിട്ടിയേ പറ്റുള്ളൂ. കൊടുത്തിട്ടുണ്ട്. സാറുമാരെല്ലാവരും എല്ലാം ആക്ഷൻ എടുക്കുന്നുണ്ട്. എല്ലാം ഇതുവരെയും അറസ്റ്റോ അങ്ങനെ ഒരു കാര്യം ഇതുവരെയും എത്തിയിട്ടില്ല. ആവുമെന്ന് നമുക്കൊരു നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം എന്തായാലും അത്രയ്ക്ക് വിശ്വാസമുണ്ട്. നമ്മളാ നീതി, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം പക്കയായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇല്ല നമ്മളങ്ങോട്ട് ഇതുവരെയും
നമ്മളത് നമുക്ക് ആ ഒരു അവസ്ഥയിലല്ല നമുക്ക് നമ്മളെ മോളെ നഷ്ടപ്പെട്ട ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കാനോ നമ്മൾ പ്രശ്നത്തിനോ ഒന്നിനും നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ പോയായിരുന്നു. ആളെ പറ്റി അതിനെ ഞാൻ തിരക്കിയൊന്നുമില്ല. ഞാൻ പിന്നെ ഇവിടുത്തെ കാര്യത്തിലായിട്ടൊക്കെ, കാരണം അളിയനും തീരാ അവസ്ഥയാണ്. അതുകൊണ്ട് അവരിപ്പം കൂലിപ്പണിയാണ് അവര്. എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ സ്വീപ്പർ ജോലി ചെയ്യുന്നതാണ്. നീതി കിട്ടിയേ പറ്റുള്ളൂ. അല്ലാതെ 18 വയസ്സ് ഇത് ഒരു അഥവാ നീതി കിട്ടിയില്ലെങ്കിൽ എത്ര ഇതുപോലെ പിള്ളേർക്ക് അതെ അതെ പഠിക്കാനൊക്കെ സ്മാർട്ടാണ്. പുള്ളി ബോൾഡാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. 2-3 പേരെടുത്ത് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അത് റെക്കോർഡിങ്സ് ഉണ്ട്. അതായത് എനിക്ക് ഇങ്ങനെ നമ്മളെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. അതെനിക്ക് ഭയങ്കര ഷെയിമായി പോയി. അത്രയ്ക്ക് ആ പിഞ്ച് മനസ്സാണ്. 18 വയസ്സെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത്രയ്ക്ക് മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കാണില്ല. അത്രയ്ക്ക് ഒരു കൊച്ചുകുട്ടി. നമ്മൾ ജോലിക്കായിരുന്നു, ആരും ഇല്ലായിരുന്നു. വയസ്സായ മാമ ഉണ്ടായിരുന്നു. പക്ഷെ അവര് കാല് സർജറി കഴിഞ്ഞ് അവര് എന്ന് പറഞ്ഞാൽ അവരുണ്ടായിരുന്നു. അവര് പോണ ആ ഒരു ഇതില് അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. കുട്ടിയെ വിളിച്ചിരുന്നു. അതായത് മൂത്ത മോളുണ്ട്, മോളെ കിട്ടണ ചെറുക്കമുണ്ട്. പുള്ളിക്കാരനെ വിളിച്ച് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മൂത്തത് ഇത് ഇളയതാണ്. 2 പേരാണ്, 2 മക്കളാണ്. അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീതി കിട്ടിയേ പറ്റുള്ളൂ. നീതി നിങ്ങൾ വാങ്ങിച്ചു തരണം. നിങ്ങളെ കൊണ്ട് അത് ഡീറ്റെയിൽസ് പറഞ്ഞില്ല. പക്ഷെ ഈ ഒരു കേസ് വരുമ്പോൾ തന്നെ അറിയാമല്ലോ എങ്ങനെയായിരിക്കും അവരെ മനസ്സിലായിട്ട് അവരെങ്ങനെയാണ്, അവരെങ്ങനത്തെ ടീമാണ്. നിയമമായിട്ട് നമ്മൾ തെളിവെല്ലാം അതെ കൈമാറിയിട്ടുണ്ടല്ലോ. എല്ലാം കൈമാറിയിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും.